വളരെ പ്രിയമുള്ളവരെ, ആട്ടിൻവാതിലെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പരമമായ യാഗപീഠമാകുന്ന ബലിമരത്തെ, ക്രൂശ് മരത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. അവിടെ നിന്നാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജൈത്രയാത്ര ആരംഭിക്കപ്പെടേണ്ടത്. ക്രൂശിൻ ചുവട്ടിൽ ജീവിതത്തെ സമർപ്പിക്കപ്പെടുക, കുരിശിൻ ചുവട്ടിൽ ജീവിതത്തിൻ്റെ പാപഭാരങ്ങളുമായി കടന്നു വന്നിട്ട് കുരിശിൻ ചുവട്ടിലിരുന്ന ജീവിതത്തിൻ്റെ പാപങ്ങളെ എണ്ണി ഏറ്റുപറഞ്ഞ് അവിടെ നിന്ന് ശപിക്കപ്പെട്ടവനായി വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനും വിശുദ്ധനുമായി മടങ്ങാൻ സാധ്യമായി തീരുക. ക്രിസ്തുവിൽ കൂടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുക. ക്രിസ്തുവിൽ കൂടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിനരികിൽ ഇരുന്നു കൊണ്ടാണ് ക്രൈസ്തവ ജീവിതം ആരംഭിക്കപ്പെടേണ്ടത്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ക്രൂശിനരികിൽ തന്നെയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ യെരൂശലേമിൻ്റെ മതിലിലെ ഒന്നാമത്തെ വാതിലാകുന്ന ആട്ടിൻവാതിൽക്കൽ തന്നെ നെഹമ്യാവ് പണി ആരംഭിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ആ വാതിലിൻ്റെ പ്രത്യേകത വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആത്മീകമായ മതിലുകളിടിഞ്ഞും ആത്മാവിൻ്റെ വാതിലുകൾ വെന്തും കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് വചനത്തിന് മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതം തകർച്ചയുടെ അനുഭവത്തിലാണെങ്കിൽ വിശുദ്ധിയിലേക്കുള്ളൊരു മടങ്ങിവരവ് കർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മടങ്ങിവരവിന് ഒന്നാമത് നാം പണിയേണ്ടത് ആട്ടിൻവാതിലാണ്. യേശുക്രിസ്തുവിൻ്റെ പരമ യാഗപീഠമാകുന്ന ക്രൂശിൻ ചുവട്ടിലേക്ക് കടന്നു വരണം. അനുതാപത്തോടും പശ്ചാത്താപത്തോടും വിനയത്തോടും കൂടെ, യഥാർത്ഥമായ പാപബോധത്തോടുകൂടെ പാപങ്ങളെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എരീഹോ നിവാസികൾ ആ ആട്ടിൻവാതിലിനോട് ചേർന്നിരുന്ന് പണിതതുപോലെ ജീവിതത്തിൻ്റെ പാപങ്ങളെ, ഭാരങ്ങളെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഇറക്കി വച്ചിട്ട് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിൻ്റെ ജൈത്രയാത്രയെ ആരംഭിക്കപ്പെടാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആട്ടിൻവാതിൽ നമുക്ക് ഇന്ന് പണിയാനിടയായി തീരട്ടെ. ക്രൂശ് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പണിയപ്പെടുന്ന അനുഭവങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കി തരട്ടെ. വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ വഴികളെ പിന്തുടരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക്